ഹലോ ഹായ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? അതൊക്കെ കാണിക്കുന്നത് എന്തെല്ലോ ഉണ്ടാക്കാന്നുള്ള പ്ലാനാണ്. ഒരു പുതിയ വെറൈറ്റി സാധനമാണ്. ആരും അല്ലാതെ കണ്ടിട്ടുണ്ടാവില്ല, ചെയ്തിട്ടുണ്ടാവില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് മുന്നേ ഞാൻ കാണിക്കുന്നത് സലാഡാണ്. സലാഡ് എന്തിലേക്കാണ് വേണ്ടിയെന്നുള്ളത് കാണണ്ടേ? കണ്ടല്ലോ. എന്താണെന്ന് വെച്ചാൽ പൂള കൊണ്ടുള്ള പരിപാടിയാണ്. ഞാനതൊരു എന്താ പറയുക, ഇംഗ്ലീഷ് ചാനലിൽ കണ്ടതാണ്. അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ വേറെ ആരും ട്രൈ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പൊ മലയാളികൾ ചെയ്ത് നോക്കിയാൽ എനിക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാനത് കണ്ടപ്പോൾ എന്നെപ്പോലെ കാണാത്തവർ ഉണ്ടാവുമല്ലോ എന്ന് കരുതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ഇത് നമ്മളെ പൂള കൊണ്ടുള്ള ഒരു പരിപാടിയാണ്. പൂള നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ ഒന്ന് വേവിച്ചെടുത്തിട്ട് ഉടയ്ക്കുകയാണ്. നന്നാക്കി ഉടച്ചെടുക്കുക. ഒരു ഉണ്ടപ്പോലും ഉണ്ടാവരുത്. നമ്മുടെ പൂള നന്നായിട്ട് ഉടയണം. എന്നിട്ട് അതിലുള്ള നാരകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് പത്തിരി കുഴയ്ക്കുന്ന മാതിരി കുഴച്ചെടുക്കാം. നന്നാക്കി കുഴച്ചെടുക്കണം. കാരണം ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടാനുണ്ട്. കാരണം പത്തിരി രൂപത്തിൽ ഒരു സംഭവമാണ്. പേര് എന്താണെന്നൊക്കെ പറഞ്ഞു തരാന്ന് വെച്ചില്ല, എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പേരിടാം. ഓക്കെ, കാരണം അതിൽ പേരൊന്നും കൊടുത്തില്ല. ഇതിങ്ങനെ പൂളൻ്റെ ഒരു റെസിപ്പിന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അവര് ചെയ്യുന്നത് ചിക്കനിലാണ്, അപ്പൊ ഞാനത് വെജിറ്റബിളിലാണ് ചെയ്തത്. നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യമേ ഞാൻ വെജിറ്റബിൾ സലാഡ് ഉണ്ടാക്കി കാണിച്ചു തന്നത്. എന്തൊക്കെയാന്നുള്ളത് ബാക്കിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പൂള നന്നായിട്ട് കുഴച്ചിട്ട്, ഒരു തുള്ളി വെള്ളം വേണ്ട കേട്ടോ നമുക്ക് കുഴയ്ക്കാൻ. ഈ വേവിച്ചെടുത്ത പൂള നമ്മുടെ നാരുകളെല്ലാം കളഞ്ഞിട്ട് നന്നാക്കി കുഴച്ച് പത്തിരി വരുന്നവരെ നമ്മൾ കുഴച്ചെടുക്കണം. എന്നിട്ട് അത് അത്യാവശ്യം വലുപ്പത്തിൽ കുറച്ച് കട്ടിയിൽ ബോൾസ് ആക്കിയിട്ട് നമ്മൾ കൈമല്ലിട്ട് തന്നെ പരത്തിയിട്ട് അപ്പച്ചട്ടിയിലിട്ട് ചുട്ടെടുക്കുക. നന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും. ഉള്ളു വേവാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അധികം തീ കത്തിക്കരുത്, കുറച്ച് ക്ഷമ വേണം കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അധികം തീ കത്തിക്കാതെ നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെടുത്ത് ഉള്ളു ഏകദേശം ആയെന്ന് കണ്ടാൽ നമുക്കതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു മിക്സ് തയ്യാറാക്കിയത്. അവർ ചിക്കനിലാണ് ചെയ്തത്. ചിക്കനിനെക്കാളും ടേസ്റ്റ് ആണെന്ന് മനസ്സിലായത്. കാരണം വെജിറ്റബിൾ ചെയ്തിട്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വെജിറ്റബിളിന് വേണ്ടിയിട്ട് ഞാൻ സലാഡ് ഉണ്ടാക്കിയത് കുക്കുംബറും ക്യാരറ്റും ക്യാബേജും പിന്നെ ക്യാപ്സിക്കനും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, അല്പം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടി. ആ ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ച പൂളുണ്ടല്ലോ, അത് ജസ്റ്റ് കത്തി കൊണ്ട് പതുക്കെ ഉള്ളൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കുക. ഓപ്പൺ ആക്കിയാൽ കഴിയും, കാരണം അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ പൊള്ളി വരും. അങ്ങനത്തെ ഒരു രൂപത്തിൽ കുഴച്ചെടുക്കണം, നന്നായിട്ട് കുഴച്ചെടുത്തിട്ട്. അപ്പോൾ ആ രൂപത്തിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് വിടർത്തിയെടുക്കാൻ കഴിയും. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ സലാഡ് മൊത്തം നിറച്ചെടുക്കാം. ഈ ചിക്കനുള്ളവർ ചിക്കൻ ചെയ്താൽ മതി, അതാണ് ഇതിനേക്കാളും ടേസ്റ്റിന്. നമ്മൾ ഈ വെജിറ്റബിൾ കഴിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, കാരണം കുട്ടികൾക്കൊക്കെ ചിക്കനെ ഇഷ്ടപ്പെടുള്ളൂ. വെജിറ്റബിളിന് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. പക്ഷെ ചെയ്ത് നോക്കി നല്ല രസമാണ് സംഭവം. തിന്നാനും കഴിക്കാനൊക്കെ പൂളായതുകൊണ്ട് വേസ്റ്റ് ആവില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.